ഹലോ, നമ്മുടെ ഇന്നത്തെ വീഡിയോ കുറച്ച് പേര് റിവ്യൂ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ആണ്. നമുക്ക് ഭയങ്കര ചീപ്പ് റേറ്റിൽ കിട്ടുന്ന ഒരു ഹൈലൈറ്റർ, ഈ ഒരു ഐക്കോണിക്കിൻ്റെ ഹൈലൈറ്ററിൻ്റെ റിവ്യൂ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. നമുക്ക് വേഗം തന്നെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പം ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ്. ഇങ്ങനെ ഒരു പാക്കേജിലാണ് വന്നിട്ടുള്ളത്. ആക്ച്വലി ഇതിൻ്റെ പുറത്തൊരു പാക്കേജിങ് ഉണ്ട്, ഞാനിവിടെ കൊടുക്കാം. പക്ഷേ എൻ്റെ അത് വന്നപ്പോൾ കുറച്ച് ഈ ഒരു പ്രൊഡക്റ്റ് പകുതി അതിനകത്തായിട്ട് ആ ഒരു കവറൊക്കെ ആകെ നാശമായിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനത് കളഞ്ഞു. അപ്പം ഉള്ളിലുള്ളത് ഈ ഒരു സംഭവമാണ്. ഐക്കോണിക് ലണ്ടൻ ഇല്ലുമിനേറ്റർ എന്നാണ് ഇതിൻ്റെ പേര്. പാക്കേജ് ഈ ഒരു സംഭവം അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല. പക്ഷെ അത് വന്ന സമയത്ത് ഇത് ഫുൾ ക്ലോസ്ഡ് ഒന്നും അല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ പകുതി പ്രൊഡക്റ്റ് ലീക്ക് ആയിട്ടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതല്ലാതെ ഈ ഒരു സംഭവം ഗ്ലാസ് ബോട്ടിലാണ്. മേലായിട്ട് ഇങ്ങനൊരു ഡ്രോപ്പർ യൂസ് ചെയ്തിട്ടാണ് നമുക്ക് പ്രൊഡക്റ്റ് എടുക്കാൻ വേണ്ടി പറ്റുന്നത്. ഈ ഡ്രോപ്പറും കാര്യങ്ങളൊക്കെ നന്നായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. വേറെ കുഴപ്പമൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. അപ്പം ഇതാണ് ഇതിൻ്റെ പാക്കേജിങ്. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 120 റുപ്പീസാണ്. ആ ഒരു ഇതിലാണ് ഞാൻ മേടിച്ചിട്ടുള്ളത്. അപ്പോൾ അതല്ലാതെ നിങ്ങൾക്ക് കോംബോ ഓഫേഴ്സിൽ 160ക്ക് ഇതിൻ്റെ 3 ഷെയ്ഡ്സ് വരുന്ന രീതിയിലൊക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അപ്പോൾ 120ക്ക് നിങ്ങൾക്ക് മേടിക്കാൻ വേണ്ടി പറ്റിയിട്ടുള്ള ഒരു ഹൈലൈറ്ററാണിത്. അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ട് ആൻഡ് 3 ഷെയ്ഡ്സിൽ അവൈലബിൾ ആണ്. ഇപ്പോൾ എൻ്റെ അടുത്തുള്ളത് ഒരു പിങ്ക് ടോൺ വരുന്ന ഒരു ഹൈലൈറ്ററാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഗോൾഡൻ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു കോപ്പർ ഷെയ്ഡ് വരുന്ന ഹൈലൈറ്ററും അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷെയ്ഡ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ഹൈലൈറ്റർ ഭയങ്കര കുറച്ച് മാത്രം മതി നമ്മുടെ ഫേസ് നന്നായിട്ട് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. കുറച്ച് പ്രൊഡക്റ്റ് എടുത്തിട്ട് നന്നായിട്ട് ഇങ്ങനെ ഡാബ് ചെയ്ത് അപ്ലൈ ചെയ്യാന്നുണ്ടെങ്കിൽ ഒരു നാച്ചുറൽ ലുക്ക് തോന്നിക്കും. ഭയങ്കരമായിട്ട് ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഗിൽറ്റ് മാത്രമേ നമ്മുടെ ഫേസിൽ നിൽക്കും. ബാക്കി പ്രൊഡക്റ്റ്സൊക്കെ നമ്മുടെ കയ്യിലേക്ക് വരും. ഡാബ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ റിസൾട്ട് കിട്ടും. പിന്നെ നന്നായിട്ട് അപ്ലൈ ചെയ്യുക, ഇതുപോലെ കുറേ എടുത്തിട്ട് അപ്ലൈ ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് ഫോട്ടോസിലൊക്കെ കാണുമ്പോൾ നല്ല ഗ്ലോ ആയിട്ടൊക്കെ ഇരിക്കും. പക്ഷെ അതെല്ലാം നേരിട്ട് കാണുമ്പോൾ കുറച്ചിങ്ങനെ ഒരു ആർട്ടിഫിഷ്യൽ അല്ലെങ്കിൽ നമ്മളെന്തോ ഒരു എക്സ്ട്രാ മാസ്ക് ഇട്ടിട്ടുള്ള ആ ഒരു ഫീല് നമ്മുടെ സ്കിന്നിന് തോന്നും. പിന്നെ ആ ഒരു കളർ ഡിഫറൻസും നന്നായിട്ട് എടുത്തിറക്കും. നമ്മുടെ സ്കിൻ ടോൺ അല്ലല്ലോ, കുറച്ചൊരു പിങ്കിഷ് കുറച്ചൊരു വൈറ്റ് ആയിട്ടുള്ളൊരു ടോണാണുള്ളത്. അപ്പോൾ അത് എടുത്തിറക്കാൻ വേണ്ടിയിട്ട് ചാൻസ് ഉണ്ട്. കുറച്ച് അപ്ലൈ ചെയ്യുകയാണ് ബെറ്റർ. എനിക്കിതിനകത്ത് ഇഷ്ടപ്പെടാത്ത അല്ലെങ്കിൽ കുറച്ചും കൂടെ ഇതായിട്ട് തോന്നിയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് അത്ര നാച്ചുറൽ ലുക്ക് തരുന്നൊരു സംഭവമല്ല. നമുക്ക് ഹൈലൈറ്റർ എന്നുള്ള രീതിയിൽ അടിപൊളിയാണ്. നമുക്ക് നന്നായിട്ട് മേക്കപ്പ് ഒക്കെ ഇടുന്ന സമയത്ത് അതിൻ്റെ കൂടെ ഹൈലൈറ്റർ ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. അതല്ല ഭയങ്കര നാച്ചുറൽ ലുക്കാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ ഇത് അത്ര നന്നായിട്ടുണ്ടാവില്ല. കാരണം എന്താ പറയുക, ഇത് ഹൈലൈറ്റ് ചെയ്ത് ഇങ്ങനെ വെക്കണ സമയത്ത് ഭയങ്കരമായിട്ട് ഇങ്ങനെ നമ്മൾ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞ് നമ്മളിങ്ങനെയൊക്കെ ജസ്റ്റ് ഫേസൊക്കെ ഒന്ന് തുടച്ച് കഴിഞ്ഞ് ബാക്കിയുള്ള സംഭവം എന്ന് പറഞ്ഞാൽ ആ ഒരു ഗിൽറ്റ് മാത്രമാണ്. ഒരു നമ്മൾ ഗിൽറ്റൊക്കെ നമ്മുടെ ഫേസിലായ എങ്ങനെയുണ്ട് ആ ഒരു രീതിയിലാണ് ഇത് ഇരിക്കുക. അപ്പോൾ നമ്മളുടെ ഫേസിൽ എന്തെങ്കിലും സംഭവം ഇട്ടിട്ടുണ്ടെന്ന് ശരിക്കും തോന്നിപ്പിക്കും. ഭയങ്കര നാച്ചുറൽ ലുക്കല്ല തരുന്നത്. നിങ്ങൾക്കിപ്പോൾ മേക്കപ്പിൻ്റെ കൂടെയൊക്കെ ഇടാനാണെങ്കിൽ നല്ലൊരു ഹൈലൈറ്ററാണ്. അതെല്ലാം ഭയങ്കര നാച്ചുറൽ ലുക്കാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. ഹൈലൈറ്റർ ഇട്ടിട്ടുണ്ടെന്ന് അറിയാൻ വേണ്ടി പാടില്ല. പക്ഷേ ആ ഒരു ഹൈലൈറ്റർ, ആ ഒരു ഗ്ലോ ഒക്കെ ഫേസിൽ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് ഇത് അത്ര നന്നായിട്ട് ഉണ്ടാവില്ല. കാരണം കുറച്ചൊരു എന്താ പറയുക, ഒരു ഗ്ലിറ്ററി ആ ഒരു എഫക്റ്റാണ് നമ്മുടെ ഫേസിന് കിട്ടുക. കുറച്ചൊരു ആർട്ടിഫിഷ്യൽ ലുക്ക് തോന്നിക്കും. അപ്പം മേക്കപ്പിൻ്റെ കൂടെയൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടും ഇപ്പോൾ ഫോട്ടോസൊക്കെ എടുക്കുമ്പോൾ നന്നായിട്ട് ഫേസ് ഇരിക്കാൻ വേണ്ടിയിട്ടും അങ്ങനെയുള്ള സംഭവത്തിനൊക്കെ അടിപൊളിയായിട്ടുള്ള ഹൈലൈറ്ററാണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്ക് കിട്ടുന്നതിൽ അത്യാവശ്യം നല്ലൊരു ഹൈലൈറ്ററാണ്. അപ്പം ഇതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്കൊരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നമ്മുടെ ഫ്രണ്ട്സിനും ഫാമിലീസിനൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം.